ഓക്കെ, ദിസ് ഈസ് ഡേ 2 ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ് ചലഞ്ച്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റോർ പകുതിയാക്കി വെച്ചേക്കാണ്. നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് പകുതിയാക്കി വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പോകും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ മുഴുവൻ കാണുക. ആരും സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റോർ ക്രിയേഷനിലേക്ക് കിടക്കാം. ഓക്കെ ദെൻ ഗായ്സ്, നമ്മൾ ഷോപ്പിഫൈ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സ്റ്റോർ ക്രിയേഷൻ ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടായിരുന്നു നമ്മൾ ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിമൈനിങ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിഫൈ ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഓൺലൈൻ സ്റ്റോർ ക്ലിക്ക് ചെയ്തു. ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ ട്രേഡ് എന്ന് പറഞ്ഞ തീമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിൽ പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോർ ക്രിയേഷൻ ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതിക്കുള്ള സ്റ്റോർ ക്രിയേഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പേജ്, ഇപ്പോൾ ഒരു സാമ്പിൾ പ്രൊഡക്റ്റ് ഒരെണ്ണം എടുത്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് പേജ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പേജ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ ഇതിൽ കസ്റ്റമേഴ്സിന് എന്ത് വേണം, റിവ്യൂ കാണണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ വാട്സപ്പ് ത്രൂ ബന്ധപ്പെടാനായിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ ഇനീഷ്യലി നമ്മൾ ഈ പ്രൊഡക്റ്റ് പേജ് ഒന്ന് സെറ്റപ്പ് ആക്കണം. പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ആക്കിയാലാണ് നമ്മൾ ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ, കസ്റ്റമേഴ്സിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള സെറ്റപ്പ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ ഫേക്ക് റിവ്യൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഫേക്ക് അല്ല, പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ മറ്റു പല വെബ്സൈറ്റുകളിൽ കസ്റ്റമേഴ്സ് കൊടുത്തിട്ടുള്ള റിവ്യൂസ് നമുക്ക് അതേപടി നമുക്ക് നമ്മുടെ സ്റ്റോറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള നമുക്കൊരു അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്കൊന്നുകൂടിയും സ്റ്റോറൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത, നമ്മൾ ഷോക്കേസ് പ്രൊഡക്ട്സുകൾ ഒരുപാട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റുകളെല്ലാം ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് അല്ല, പക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു പ്രൊഡക്റ്റാണ്. അത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ലൈവിൽ ഞാൻ ബൈ ഹാൻഡ് ഞാൻ കാണിച്ച വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റുകളെല്ലാം ആഡായി. ദെൻ സെറ്റിങ്സിൽ പോളിസീസ് എടുക്കുമ്പോൾ പോളിസീസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് രീതിക്ക്. ഷിപ്പിംഗ് പോളിസി, റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി, നമ്മളന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. ദെൻ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിൽ COD ആക്ടിവേറ്റ് ചെയ്യണം. ക്യാഷ് ഓൺ ഡെലിവറി ഇനീഷ്യലി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ഇതുവരെ പേയ്മെന്റ് ഗേറ്റ്വേ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്റ്റോറിന്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ COD ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സിൽ ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഇതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ പറഞ്ഞ ഫോൺ ആൻഡ് നമ്പർ, ഇമെയിൽ, ഇതാണ് നമ്മൾ ഒരു കസ്റ്റമർ നമുക്ക് വരുമ്പോൾ ആ കസ്റ്റമർ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേജിലുള്ള, ഈ ചെക്ക്ഔട്ട് പേജിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളിത് ഓൾറെഡി സെലക്ട് ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്നതാണ്. ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഓക്കെയാണ്, അത് സെലക്ട് ആയിട്ട് തന്നെ കിടക്കുന്നത്. ദെൻ കസ്റ്റമർ ഇൻഫർമേഷനിൽ നമ്മൾ ഫുൾ നെയിമിൽ ഓൺലി റിക്വയർ ലാസ്റ്റ് നെയിം ആണ് കിടക്കുന്നത്. അത് റിക്വയർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ കമ്പനി നെയിം ഡോണ്ട് ഇൻക്ലൂഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ അഡ്രസ് ലൈൻ 2 അത് റിക്വയർ കൊടുക്കുക. ദെൻ ഷിപ്പിംഗ് അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ അതും റിക്വയർഡ് കൊടുക്കുക. ഓക്കെ, ദെൻ മാർക്കറ്റിംഗ് ഓപ്ഷൻസ് അത് SMS കൂടി നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിത് സേവ് ചെയ്യുക. ഓക്കെ, ഈ കാര്യങ്ങൾ എല്ലാവരും കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ സ്റ്റോറെല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഷോപ്പിഫൈയിൽ സെറ്റിങ്സിൽ ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ കസ്റ്റമർ കോൺടാക്ട് മെത്തേഡിൽ ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇതായിരിക്കും ഡിഫോൾട്ട് ആയിട്ട് എടുക്കേണ്ടതായിരിക്കും. ഓൺലി റിക്വയർ ലാസ്റ്റ് നെയിം അത് മാറ്റിയിട്ട് റിക്വയർ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ അതിനുശേഷം കമ്പനി നെയിം അത് വേണ്ടാന്ന് തന്നെ കൊടുത്തോളൂ. പിന്നെ അഡ്രസ് ലൈൻ 2 റിക്വയർഡ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഷിപ്പിംഗ് അഡ്രസ് നമ്പർ അത് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. പിന്നെ ഇത് ഈ SMS സെലക്ട് ചെയ്യണം. ദെൻ സേവ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്തതിനു ശേഷം സേവ്ഡ് ആണ്.
ഈ പറഞ്ഞ കാര്യങ്ങൾ ആരും വിട്ടുപോകരുത്. അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമർ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് ഒക്കെ ചോദിക്കുന്ന സ്ഥലത്ത് അവർക്ക് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കോളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ COD ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ അതിലേക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മാനുവൽ പേയ്മെന്റ് മെത്തേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മാനുവൽ പേയ്മെന്റ് മെത്തേഡിൽ ക്യാഷ് ഓൺ ഡെലിവറി COD എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ COD നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കസ്റ്റമർക്ക് COD ഓർഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എഴുതി കാണിക്കണം, ആ CODക്ക് ഇന്ന മാനദണ്ഡങ്ങൾ ഉണ്ടെന്നുള്ള എഴുതി കാണിക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒന്നും കൊടുക്കണില്ല. നമ്മൾ ആക്ടിവേറ്റ് COD നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, COD ആക്ടിവേറ്റ് ആയി. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റോറിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പർച്ചേസ് ചെയ്യുമ്പോൾ COD ഓപ്ഷൻ ആക്ടിവേറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ചെക്കൗട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ COD ആക്ടിവേറ്റ് ആണ്. ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ ഫസ്റ്റ് അടിച്ചു കൊടുക്കണം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കണം. അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സെക്കൻഡ് നമ്പർ, സെക്കൻഡ് അഡ്രസ്സ് അല്ല, അഡ്രസ്സിന്റെ പാർട്ട് 2 അടിച്ചു കൊടുക്കണം. ദെൻ എല്ലാ കാര്യങ്ങളും COD ക്യാഷ് ഓൺ ഡെലിവറി ആക്ടിവേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ആ സാധനം ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കും. ഓക്കെ, നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു സാമ്പിൾ ഓർഡർ എടുത്താണ്. ഓക്കെ, ഓർഡർ കൺഫേം ആണ്. ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓർഡർ വന്നിട്ടുണ്ടോ. കണ്ടോ, നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട്. സാമ്പിൾ ഓർഡർ എടുത്ത് നോക്കിയതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചുമ്മാ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നുകൂടി. ഇങ്ങനെയാണ് നമുക്ക് മൊബൈൽ വ്യൂ വരുന്നത്. ഇതിൽ നമുക്ക് സംതിങ് നമുക്ക് പ്രൊഡക്റ്റ് പേജ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇതിൽ നമുക്ക് COD ഫോം ഇല്ല, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയുടെ ബട്ടൺ ഇതിൽ വന്നിട്ടില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ അത് ഇത് ഒന്നുകൂടി ഒന്ന് അട്രാക്റ്റീവ് ആകാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. നമുക്ക് COD ഫോം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻസ്, ഈ ഒരു പ്രൊഡക്റ്റ് പേജിൽ വരുന്ന ഡിഫറൻസ് നമുക്ക് ഡയറക്റ്റ് ലൈവിൽ നമുക്ക് കാണാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റിലീസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോകുന്നു. സെറ്റിങ്സിൽ ആപ്സ് ആൻഡ് ചാനൽസ് പോകുന്നു. അതിൽ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോർ ഓപ്പൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, തന്നെ ഇവിടെ റിലീസ് ഇറ്റ് COD ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ റിലീസ് ഇറ്റ് COD ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിൽ ആദ്യത്തെ ഈ കാണുന്ന റിലീസ് COD ഫോം ആൻഡ് അപ്സെൽസ് നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു. നമ്മുടെ സ്റ്റോറിൽ റിലീസ് CODയുടെ ആ ഒരു ബട്ടൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് നമ്മുടെ സ്റ്റോറിലായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ റിലീസ് ഇറ്റിൻ്റെ ഈ സൈഡിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കുക. അത് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് പേജിൽ തന്നെ ഇൻസ്റ്റാൾ കഴിഞ്ഞു. ദെൻ എനേബിൾ ദി ആപ്പ് ഓൺ യുവർ സ്റ്റോർ. അതിൽ ഓപ്പൺ തീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തീം സെറ്റിങ്സ്, തീം എഡിറ്റിംഗ് പേജിലേക്ക് നമ്മൾ നേരെ കയറും. ഓക്കെ, ദെൻ അതിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുക. ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് കാണാം. നമുക്ക് ഇപ്പം ഇവിടെ ഈ ഒരു ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ബട്ടൺ ഇല്ല. നമുക്കത് നമുക്ക് കസ്റ്റമേഴ്സിന് ഒന്നുകൂടി അട്രാക്റ്റീവ് എന്നുള്ള രീതിക്ക് ഒരു ബട്ടൺ ഇപ്പോൾ വരും. ഓക്കെ, നമ്മൾ വേറെ പ്രൊഡക്റ്റ് കണ്ടോ, ഓർഡർ നൗ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഓക്കെ, ദെൻ ഇത് കുറച്ചുകൂടിയും അട്രാക്റ്റീവ് ആണ്. നോക്കൂ, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ രീതിക്കായി. ഇപ്പം നമ്മളിതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ദി ഓർഡർ ക്ലിക്ക് ചെയ്യുക.
സെയിം മെത്തേഡ് നമ്മൾ ആ ഓർഡർ കൺഫേം ആയി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒന്നും കൂടിയും അട്രാക്റ്റീവ് കണ്ടോ, നമ്മുടെ ഈ ഒരു പേജ് കണ്ടോ, ഒന്നുകൂടി അട്രാക്റ്റീവ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിവ്യൂസ് ആഡ് ചെയ്യണം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ റിവ്യൂസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് റിവ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് റിവ്യൂസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ജഡ്ജ് മീ, ലൂക്സ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ അലി റിവ്യൂസ് ആണ്. അലി റിവ്യൂസ് കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും നല്ല അടിപൊളി സർവീസ് ആണ് ഇവരുടെ. അപ്പോൾ നമുക്ക് അലി റിവ്യൂസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു അലി റിവ്യൂസ് ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, നമ്മളത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ അതവിടെ പിൻ ചെയ്ത് വെച്ചു ആപ്ലിക്കേഷനിൽ. മന്ത്ലി $12 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 rupees ആണ് ഇതിന്റെ ചാർജസ് വരുന്നത്. ഓക്കെ, കുറച്ച് കോസ്റ്റ്ലി ആണ് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ഇതിന്റെ സർവീസ് അടിപൊളിയാണ്. ഇതിന്റെ കറക്റ്റ് കസ്റ്റമേഴ്സിനെ, നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം പ്രോപ്പർലി ഇമെയിൽ ത്രൂ ഫോളോ ബാക്ക് ചെയ്ത് അവരെ റിവ്യൂസ് എല്ലാം ഈ പറയുന്ന അലി റിവ്യൂസ് തന്നെ കളക്ട് ചെയ്യും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ഈ ഒരു നോർമൽ പ്ലാനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അതിലെ പ്ലാൻ ചൂസ് ചെയ്തു. $12 ആണ്, ആദ്യത്തെ 14 ദിവസം നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, ദെൻ നമ്മൾ അതിന്റെ പേജിലേക്ക് കിടക്കാണ്. ഗെറ്റ് സ്റ്റാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ നമുക്കിത് നമ്മുടെ സ്റ്റോറായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഡാഷ്ബോർഡിൽ തന്നെ എനാബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ടിക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ദെൻ സേവ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇത് എനേബിൾ ആയിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ട് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മളതിൽ ഇമെയിൽ ആക്ടിവേറ്റ് ചെയ്തു. കളക്ട് റിവ്യൂസിൽ ഇമെയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇമ്പോർട്ട് റിവ്യൂസ് ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ട് റിവ്യൂസിൽ ഓരോരോ പ്രൊഡക്റ്റുകളുടെയും ഫോട്ടോസ് വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, എക്സാമ്പിൾ അഡ്ജസ്റ്റബിൾ, ഈ ഒരു പൊസിച്ചർ കറക്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൽ ഇമ്പോർട്ട് റിവ്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഇമ്പോർട്ട് റിവ്യൂസ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അതന്നെ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് മാഗ്നറ്റിക് പോസ്ചർ ക്ലിക്ക് ചെയ്തു. അതിൽ ഈ ഇമ്പോർട്ട് റിവ്യൂസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഈ സൈഡിലത്തെ. ഓക്കെ, ദെൻ ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഇമ്പോർട്ട് റിവ്യൂസ് ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ അലി റിവ്യൂസ് തന്നെ ഓട്ടോമാറ്റിക്കലി ഐ ത്രൂ സജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഈ സെയിം പ്രൊഡക്റ്റ് അലി എക്സ്പ്രസിലുള്ള ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഇതിൽ ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് അലി എക്സ്പ്രസിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്, കാരണം മനസ്സിലാവും. 0 റിവ്യൂസ്, നോ റിവ്യൂസ്. ഓക്കെ, ഇതിലൊന്നും റിവ്യൂസിന്റെ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല.
നമ്മളിത് ഇമ്പോർട്ട് ചെയ്യാണ്, ഈ റിവ്യൂസ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇതിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് അലി എക്സ്പ്രസ്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടോ, ഇതാണ് പ്രൊഡക്റ്റ്. ഇതിൽ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ഇതിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതിൽ റിവ്യൂസ് ഓൾറെഡി കസ്റ്റമേഴ്സിൻ്റെ ഉണ്ട്. അപ്പം നമ്മളത് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൽ ഇമ്പോർട്ട് 5 റിവ്യൂസ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ദെൻ ഇതിലും നമ്മൾ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഏകദേശം ഒരു 6-7 റിവ്യൂസ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം റിവ്യൂസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, ദെൻ റിവ്യൂസ് എല്ലാം കളക്ട് ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റോറിൽ റിവ്യൂസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. കണ്ടോ, 4.36 റിവ്യൂസ് ആണ് ഇതിൽ ആഡ് ആയിട്ടുള്ളത്. കണ്ടോ, ഇതിൽ ഓരോ കൺട്രിയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന നമ്മുടെ അലി റിവ്യൂസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൽ 1 ക്ലിക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ അലി റിവ്യൂസിൽ നമുക്ക് ആമസോണിലുള്ള റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 1 ക്ലിക്കിൽ നമുക്ക് നടക്കും. ഈ ആ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേറെ ഏത് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് ഇതേ സെറ്റപ്പിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിവ്യൂസ് എല്ലാം നമുക്ക് നമ്മുടെ ഓൺ സ്റ്റോറിലേക്ക് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊബൈൽ വ്യൂ എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, റിവ്യൂസ് കണ്ടോ, റിവ്യൂസ് കാര്യങ്ങളെല്ലാം ആഡായി. നമുക്ക് കാര്യങ്ങളെല്ലാം പിന്നെ എന്നാലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്വിക്ക് ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. അത് നമുക്ക് മുകളിലേക്ക് എത്തിക്കാം. ഓക്കെ, ദെൻ ഈ രീതിക്കാണ് വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഓക്കെ, ദെൻ ഗായ്സ് നമുക്ക് റിവ്യൂസ് ആഡ് ചെയ്തു, നമ്മൾ COD പേജ് ആഡ് ചെയ്തു, COD ആക്ടിവേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് COD ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമുക്ക് ഒരു കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് എടുത്ത് തുടങ്ങും. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റോർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ 1 ഡോട്ട് ഡെലിവറി ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഇതിലൊരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 1 ഡോട്ട് ഡെലിവറിയിൽ ഓട്ടോമാറ്റിക്കലി ആ ഓർഡർ വരും. ഓക്കെ, ദെൻ നമ്മൾ ഓർഡർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനിയിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റോർ ക്രിയേഷൻ അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയേക്കാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പേയ്മെന്റ് ഗേറ്റ് വേ കണക്ട് ചെയ്യണം. പേയ്മെന്റ് ഗേറ്റ് വേ കണക്ട് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് പേയ്മെന്റ്സ് പോവുക, അതിൽ ചൂസ് പ്രൊവൈഡർ ക്ലിക്ക് ചെയ്യുക. ചൂസ് പ്രൊവൈഡറിൽ നമ്മൾ ഇതിലൊരുപാട് തേർഡ് പാർട്ടി പേയ്മെന്റ് പ്രൊവൈഡേഴ്സിന് നമുക്ക് കാണാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ സപ്പോർട്ട് പേയ്മെന്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ആഡ് പേയ്മെന്റ് മെത്തേഡിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന 3 പേയ്മെന്റ് ഗേറ്റ് വേസ് ആണ്. ഒന്ന് പേയു പേയ്മെന്റ് ഗേറ്റ് വേ, ദെൻ ക്യാഷ് ഫ്രീ പേയ്മെന്റ് ഗേറ്റ് വേ, ദെൻ റേസർ പേ. ഇതിൽ ഈ 3ലും നമുക്ക് അപ്രൂവൽ കിട്ടണം. നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ അപ്രൂവൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്യാഷ് ഫ്രീ നമുക്ക് ഓൾറെഡി ക്യാഷ് ഫ്രീ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ മെർച്ചന്റ് ഡോട്ട് ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം KYC ചെയ്യുക. ഇനിയിപ്പോൾ GST ഉള്ളവരാണെങ്കിൽ GST കൊടുത്തിട്ട് KYC ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് KYC അപ്രൂവ് ചെയ്ത് കിട്ടും. അല്ലാത്തവർ പേഴ്സണൽ ID വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന KYC കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്യാഷ് ഫ്രീയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇമെയിൽ വെച്ചിട്ട് തന്നെ, നമ്മുടെ കമ്പനി ഇമെയിൽ വെച്ചിട്ട് തന്നെ ലോഗിൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് KYC കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം, ഇതിപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ക്യാഷ് ഫ്രീയുടെ പേജാണ്. ഇതിലെല്ലാം ഈ ഒരു പേജ് ആക്ടിവേറ്റഡ് ആണ് ഓൾറെഡി. KYC കാര്യമെല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇത് ആഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ആഡ് പേയ്മെന്റ് മെത്തേഡിൽ ക്യാഷ് ഫ്രീ എന്ന് അടിച്ചു നോക്കുക. അപ്പോൾ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. അതിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് നമ്മുടെ ഈ പറയുന്ന ക്യാഷ് ഫ്രീ ആയിട്ട് നമ്മൾ കണക്റ്റ് ആവും. പക്ഷെ കണക്ട് ചെയ്യാനായിട്ട് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാഷ് ഫ്രീ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അതിന് നമ്മൾ ക്യാഷ് ഫ്രീ പറഞ്ഞിട്ടുള്ള ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേയിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിൽ പേയ്മെന്റ് ഗേറ്റ്വേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്തായാലും നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ നമ്മുടെ വീഡിയോ കണ്ട് ചെയ്യുന്നവരെല്ലാവരും ആണെങ്കിൽ ചെയ്യുന്നവരെല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട പേയ്മെന്റ് ഗേറ്റ്വേ ഏതാണ് സെലക്ട് ചെയ്യുക. ക്യാഷ് ഫ്രീ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. കാരണം എല്ലാവർക്കും KYC പെട്ടെന്ന് തന്നെ ക്യാഷ് ഫ്രീ അപ്രൂവ് ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് ക്യാഷ് ഫ്രീയിൽ ലോഗിൻ ചെയ്തതിനു ശേഷം KYC സെറ്റപ്പ് ചെയ്യുക. then അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിഫൈയിൽ സെറ്റിംഗ്സിൽ ഈ പേയ്മെന്റ്സിൽ പോവുക. എന്നിട്ട് ആഡ് പേയ്മെന്റിൽ ക്യാഷ് ഫ്രീ അടിച്ചു കൊടുക്കുക. then അതിനുശേഷം ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലോഗിൻ ചെയ്തതിനു ശേഷം ഓട്ടോമാറ്റിക്കലി KYC അപ്രൂവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേ നമുക്ക് സെറ്റപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഡേ 2 നമ്മൾ സ്റ്റോർ ക്രിയേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഇനി നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഞാൻ ലൈവിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റോർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മളൊരു വിന്നിങ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നാളെ തൊട്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്യാൻ പോവാണ്. സോ ഡേ 3 വരുന്നത് നമുക്ക് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു, അതിൻ്റേതായിട്ടുള്ള ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നു, ദെൻ ലൈവിലി ആഡ് റൺ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, then let's see on our next video. നമ്മൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ എന്തെങ്കിലും റിവ്യൂ കാര്യങ്ങളിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, then bye.